പണ്ട് പണ്ട് കേരളത്തിലെ സഹ്യപർവ്വതനിരകളുടെ താഴ്വാരത്തിൽ സുന്ദരപുരം എന്നൊരു മനോഹരമായ ഗ്രാമമുണ്ടായിരുന്നു. അവിടെ രാജു, മീന, അപ്പു എന്നിങ്ങനെ 3 അടുത്ത സുഹൃത്തുക്കളുണ്ടായിരുന്നു. രാജു വളരെ ധൈര്യശാലിയായിരുന്നു. മീന ബുദ്ധിമതിയും കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കുന്നവളും. അപ്പു തമാശക്കാരനും എന്നാൽ നിരീക്ഷണ പാടവമുള്ളവനുമായിരുന്നു. അവർക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ലായിരുന്നു. എപ്പോഴും എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും അന്വേഷിക്കാനും അവരാഗ്രഹിച്ചു. ഒരു വേനലവധിക്കാലത്ത് രാജുവിന്റെ മുത്തച്ഛന്റെ പഴയ വീട് വൃത്തിയാക്കുന്നതിനിടയിൽ അവർക്കൊരു പഴയ പെട്ടി കിട്ടി. ആ പെട്ടിയിൽ നിറയെ പഴയ പുസ്തകങ്ങളും കടലാസുകളുമായിരുന്നു. പെട്ടെന്നാണ് മീന അതിലൊരു പഴയ ഭൂപടം കണ്ടെത്തിയത്. അത് സാധാരണ ഭൂപടമായിരുന്നില്ല. ഗ്രാമത്തിനപ്പുറത്തുള്ള നിഗൂഢമായ നീലക്കാട് എന്ന വനത്തിനുള്ളിലെ ഒരു ഗുഹയിലേക്കുള്ള വഴിയായിരുന്നു അതിലടയാളപ്പെടുത്തിയിരുന്നത്. ആ ഭൂപടത്തിന്റെ താഴെയായി ഇങ്ങനെ എഴുതിയിരുന്നു: സൂര്യകാന്തി ഗുഹയിലെ അത്ഭുതരത്നം. ഇത് കണ്ടതും കുട്ടികളുടെ കണ്ണുകൾ തിളങ്ങി. നീലക്കാട് അത്ര സുരക്ഷിതമായ സ്ഥലമല്ലെന്ന് അവർക്കറിയാമായിരുന്നു. എങ്കിലും ആ രത്നം കണ്ടെത്താനുള്ള ആഗ്രഹം അവരെ സാഹസികതയ്ക്ക് പ്രേരിപ്പിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. ടോർച്ച്, കയർ, വെള്ളം, കുറച്ചു പഴങ്ങൾ, ഒരു വടക്കുനോക്കി യന്ത്രം എന്നിവ അവർ ബാഗിലാക്കി. മുതിർന്നവർ കാണാതെ അതിരാവിലെ തന്നെ അവർ നീലക്കാട്ടിലേക്ക് യാത്ര തിരിച്ചു. കാട്ടിനുള്ളിലേക്ക് കടന്നതും അന്തരീക്ഷം മാറി. വലിയ മരങ്ങൾ സൂര്യപ്രകാശത്തെ തടഞ്ഞു നിർത്തിയിരുന്നു. കിളികളുടെ ശബ്ദവും ചീവീടുകളുടെ കരച്ചിലും ആ കാടിനൊരു ഭീകരത നൽകി. ഭൂപടം നോക്കി മീന മുന്നിൽ നടന്നു. നമ്മെ ആദ്യം ആനപ്പാറ കടക്കണം, എങ്കിലേ ഗുഹയിലേക്കുള്ള വഴി കാണൂ, മീന പറഞ്ഞു. നടന്നു നടന്നു അവരൊരു വലിയ പുഴയുടെ കരയിലെത്തി. പുഴയ്ക്ക് കുറുകെ പഴയൊരു മരപ്പാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കണ്ടാൽ തന്നെ പേടി തോന്നും. നമ്മൾ ഇതിലൂടെ പോണോ? അപ്പു പേടിയോടെ ചോദിച്ചു. പേടിക്കണ്ട അപ്പു, ഞാൻ ആദ്യം പോകാം. സുരക്ഷിതമാണെങ്കിൽ നിങ്ങളെ വിളിക്കാം, രാജു പറഞ്ഞു. രാജു ധൈര്യത്തോടെ ആടിയുലയുന്ന പാലത്തിലൂടെ നടന്നു. പകുതി എത്തിയപ്പോൾ പാലമൊന്നു വല്ലാതെ ആടിയെങ്കിലും അവൻ പിടിവിടാതെ അപ്പുറത്തെത്തി. രാജുവിന്റെ ധൈര്യം കണ്ട് മീനയും അപ്പുവും പിന്നാലെ ചെന്നു. അങ്ങനെ അവരാദ്യത്തെ കടമ്പ കടന്നു. പിന്നീടവരെത്തിയത് വലിയൊരു പാറക്കെട്ടിനു മുന്നിലാണ്. അതാണ് ആനപ്പാറ. ഭൂപടത്തിൽ പറഞ്ഞിരിക്കുന്ന സൂചനയനുസരിച്ച് ആ പാറയുടെ മുകളിലുള്ള ഗുഹാമുഖം കണ്ടെത്തണം. പക്ഷേ പാറയുടെ മുകളിലെത്തുക എളുപ്പമായിരുന്നില്ല. വള്ളികൾ പടർന്നുകിടക്കുന്ന പാറയിലൂടെ അവർ വലിഞ്ഞു കയറാൻ തുടങ്ങി. ഇടയ്ക്ക് അപ്പുവിന്റെ കാലൊന്നു വഴുതിയെങ്കിലും രാജുവും മീനയും ചേർന്ന് അവനെ പിടിച്ചുകയറ്റി. ഒത്തൊരുമയുടെ ശക്തി അവർ അപ്പോൾ തിരിച്ചറിഞ്ഞു. അവസാനം അവർ ഗുഹയുടെ കവാടത്തിലെത്തി. ഉള്ളിൽ കൂരിരുട്ടായിരുന്നു. അവർ ടോർച്ച് തെളിച്ചു. ഗുഹയ്ക്കുള്ളിൽ വവ്വാലുകൾ പറക്കുന്നുണ്ടായിരുന്നു. അവർ പതുക്കെ മുന്നോട്ട് നടന്നു. ഗുഹയുടെ അങ്ങേ അറ്റത്തെത്തിയപ്പോൾ അവരൊരു അത്ഭുതം കണ്ടു. അവിടെ സ്വർണമോ വജ്രമോ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. മറിച്ച് ഗുഹയുടെ മുകളിലെ ചെറിയൊരു വിടവിലൂടെ സൂര്യപ്രകാശം ഉള്ളിലേക്കടിച്ചപ്പോൾ അവിടെയുണ്ടായിരുന്ന ക്രിസ്റ്റൽ പാറകൾ തിളങ്ങാൻ തുടങ്ങി. ആ ഗുഹ മുഴുവൻ പല വർണ്ണങ്ങളിലുള്ള പ്രകാശത്താൽ നിറഞ്ഞു. അത് കണ്ടാൽ ഒരു സ്വർഗലോകം പോലെ തോന്നും. എന്നാൽ ആ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുമ്പോഴാണ് അവരാ കാഴ്ച കണ്ടത്. ആ പ്രകാശത്തിനിടയിൽ ഒരു ചെറിയ മാൻകുട്ടി കാൽ പാറയിടുക്കിൽ കുടുങ്ങി കരയുന്നുണ്ടായിരുന്നു. നിധി തേടി വന്ന അവർക്കു മുന്നിൽ ഇപ്പോൾ വേറൊരു ലക്ഷ്യമായി: ആ മിണ്ടാപ്രാണിയെ രക്ഷിക്കുക. നമുക്കീ മാൻകുട്ടിയെ രക്ഷിക്കണം, അതാണ് നമ്മുടെ യഥാർത്ഥ ദൗത്യം, മീന പറഞ്ഞു. രാജുവും അപ്പുവും അതിനോട് യോജിച്ചു. അവർ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കയറുപയോഗിച്ച് വളരെ കഷ്ടപ്പെട്ട് ആ പാറകൾക്കിടയിൽ വിടവുണ്ടാക്കി മാൻകുട്ടിയുടെ കാൽ പുറത്തെടുത്തു. അതിന് നടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ കയ്യിലുണ്ടായിരുന്ന വെള്ളം അതിന് നൽകി.
കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ മാൻകുട്ടി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അത് അവരെ നോക്കി സ്നേഹത്തോടെയൊന്ന് മൂളിയ ശേഷം ഗുഹയുടെ മറ്റൊരു വഴിയിലൂടെ പുറത്തേക്ക് ഓടി. കുട്ടികൾ അതിനെ പിന്തുടർന്നു. ആ വഴി ചെന്നെത്തിയത് മനോഹരമായൊരു വെള്ളച്ചാട്ടത്തിനു മുന്നിലായിരുന്നു. കാടിന്റെ ഭംഗി മുഴുവൻ അവിടെ കാണാമായിരുന്നു. അപ്പോഴാണവർക്ക് മനസ്സിലായത്, ആ ഭൂപടത്തിൽ പറഞ്ഞിരുന്ന രത്നം എന്നത് ഈ പ്രകൃതി സൗന്ദര്യവും ആ മിണ്ടാപ്രാണിയുടെ ജീവനുമായിരുന്നു എന്ന്. വൈകുന്നേരമായപ്പോഴേക്കും അവർ തിരികെ വീട്ടിലെത്തി. കയ്യിൽ സ്വർണ്ണനാണയങ്ങളില്ലായിരുന്നെങ്കിലും അവരുടെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. ഒരു ജീവനെ രക്ഷിച്ചതിൻ്റെയും പ്രകൃതിയുടെ അത്ഭുതങ്ങൾ കണ്ടതിൻ്റെയും സംതൃപ്തിയായിരുന്നു അവരുടെ മുഖത്ത്. ആരും കാണാത്ത നിധികൾ തേടിപ്പോയ അവർ ഒടുവിൽ ഏറ്റവും വലിയ നിധി സ്വന്തമാക്കി. അത് സ്നേഹവും കരുണയുമായിരുന്നു.